സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തൊടുപുഴയിലെ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇവിടെ സ്കൂള് മുതൽ കോളേജ് മുതൽ എല്ലാ കോഴ്സുകളും അടങ്ങുന്ന എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്ക്രിപ്റ്റ് പഠിച്ച് അവിടെ റെഡിയായി നിൽക്കണം. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാ. അച്ഛനാണത്രേ അച്ഛൻ. ഈ ഡയലോഗ് സലീം കുമാർ പുലിവാൽ കല്യാണത്തിൽ പറഞ്ഞതാണ്. അത് സൂപ്പർ ഹിറ്റ് ഡയലോഗാണ്. അതിന് ആ സിനിമയിലെ തന്നെ ഒരുപാട് ഡയലോഗുകൾ ഹിറ്റാണെങ്കിലും ഇത് ഭയങ്കര രസകരമായിട്ടാണ് മണവാളൻ എന്നൊരു ക്യാരക്ടറായിട്ട് സലീം കുമാർ ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മുടെ കുട്ടികൾ, ഈ സ്ക്രിപ്റ്റാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതിൽ എത്ര പേർ മണവാളനാകും, എത്ര പേര് മണവാട്ടിയാകും എന്ന് നമുക്ക് നോക്കാം. യെസ്, അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തൊടുപുഴയിലെ ചുണക്കുട്ടികളുടെ കൂടെയാണ് ഞാൻ. ഇവർ പഠിത്തം മാത്രമല്ല മൾട്ടി ടാലൻറ്റഡ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാട്ടോട് കൂടി തുടങ്ങാം. ഞാൻ വിളിക്കുന്നു സിയ. എന്തുണ്ട് സിയ വിശേഷങ്ങൾ? ഓ സുഖം. ചൂടൊക്കെ അതിന്റെ കുറച്ച് ഇവിടെ എ സി ആണല്ലോ. ഇവിടെ എ സി ഉണ്ട്, പക്ഷെ ചൂടില്ലേ? മേ ബി ഐ ആം സ്റ്റാൻഡിങ് വിത്ത് ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് ഗൈ ഇൻ ദിസ് വേൾഡ്. ആയിരിക്കും അല്ലേ? സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണ്. പിന്നെ എന്തുണ്ട് വേറെ? തൊടുപുഴ ആക്ച്വലി നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും. തൊടുപുഴ അറിയപ്പെടുന്നത് ഹോളിവുഡ് ഓഫ് കേരള എന്നല്ലേ? പിന്നെ അല്ല, അടിപൊളി അടിപൊളി. ആ തൊടുപുഴയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അൽ അസ്ഹർ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെ. അപ്പൊ എന്തായാലും ആളിനെ മനസ്സിലായില്ല. ഇപ്പൊ ഏകദേശം ഒരു പിടിയിട്ടില്ലേ? അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടോട് കൂടി തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഉറക്കാന്ന് വിചാരിക്കരുത്. ഇല്ല, അത് കുഴപ്പമില്ല. നല്ലൊരു പാട്ട് ഇറക്കണ്ടേ? എല്ലാവരും ഉറങ്ങാൻ റെഡി ആയിരിക്കും. ഞാൻ പാടാം. മാനത്തെ അമ്പിളി ചില്ലുപോലെ മാറത്തിരിക്കും കുഞ്ഞുപൂവേ, അമ്മയ്ക്ക് നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള്. വളര് കൈവളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ. കൈവളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ. ഇതുകൊണ്ട് നിർത്തല്ലേ എല്ലാവരും? വളരെ വളരെ മനോഹരമായിരിക്കും. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട്. ആക്ച്വലി നാട് എവിടെയാണ്? എന്റെ നാട് ഇവിടെ അടുത്ത് തന്നെ മൂവാറ്റുപുഴ എന്ന് പറയും. മൂവാറ്റുപുഴ. ഏതിനാ ഇവിടെ പഠിക്കുന്നതെന്ന്? ഞാൻ ഇവിടെ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുകയാണ്, അൽ അസ്ഹർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. ഇത് നല്ലൊരു പ്രൊമോട്ടറാണെന്ന് അല്ലസറിന്റെ. ഓക്കെ, അപ്പം നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ? സിനിമ കണ്ടാണോ പുലിവാൽ കല്യാണം? പുലിവാൽ കല്യാണം വളരെ കോമഡി ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അപ്പൊ റെഡി, ആക്ഷൻ. പറയില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലേലും ഈ പോലീസുകാരിങ്ങനെ മഹാ തൊട്ടാവാടികളാ. എനിക്ക് അച്ഛൻ വേണം, എന്നാലും എനിക്ക് സാധനം വരുള്ളൂ. അച്ഛൻ ഇനി ആരെ കൊണ്ട്? ഒരാൾ അച്ഛൻ വരും. അച്ഛൻ വേണം. വാ അച്ഛൻ. സലീം കുമാറാകുമ്പോ പുള്ളിയുടെ മാനസം എന്റെ മുഖത്ത് പുള്ളിന്റെ ട്രൈ ചെയ്താൽ മതി. മോനെ, മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം, ഭാവം, അഹംഭാവം. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരോ പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? ഇതെന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. എന്തെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ആ കരണക്കുട്ടി ഞാൻ തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞാ മതി. ചെയ്യണ്ട, അച്ഛൻ പേടിച്ചിരിക്കുകയാണ്. ആ കരണക്കുട്ടി ഞാൻ തല്ലി പൊട്ടിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണല്ലേ? ദുഷ്ടനാണ് ഇയാൾ.
ദുഷ്ടൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്നും പറഞ്ഞു. അച്ഛനാണത്രേ അച്ഛൻ. സോറി. നിർത്തിയൊക്കെ അപമാനിക്കാണ് വിളിച്ചെടുത്തില്ലേ? മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. 3 വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പോൾ പള്ളിയിലച്ഛന്മാരെ കാട്ടി തന്നെ എന്നെ ആശ്വസിപ്പിക്കായിരുന്നു എന്റെ പൊന്നമ്മച്ചി. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. എന്താ പേര്? എന്റെ പേര് ആറോൺ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ BPT ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. നാട്? നാട് തൃശ്ശൂര്. തൃശ്ശൂർ. പാട്ട് പാടും? പാട്ട് ഇല്ല. എന്നാലും രണ്ടുപേരും ഇല്ല, പാട്ട് പാടില്ല. ആക്ടിങ്ങിലേക്ക് പോകും അല്ലേ? ഇങ്ങോട്ട് നോക്കി ചെയ്യണം. റെഡി, ആക്ഷൻ. തിരിഞ്ഞ് ക്യാമറ ഇതെന്റെ അച്ഛനാണെന്ന് ആര് പറഞ്ഞു? എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഒടുവിൽ കുറ്റസമ്മതം ഞാൻ ഏറ്റിരുന്നു. അയ്യോ, ഇന്നായിരുന്നു പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു ഇത്. അച്ഛനെ കാണുമ്പോ കരുണയിലൊരു അടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. അച്ഛനായിരുന്നു എന്റെ ഗർഭത്തിന്. അച്ഛനായിരുന്നു എന്റെ അമ്മേനെ ഗർഭത്തിനുള്ള കാരണമായിരുന്നത്. ഡയലോഗ് കംപ്ലീറ്റ് മാറ്റിയാണ്. പിന്നെന്തായിരുന്നു? ഇപ്പോൾ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഹിന്ദിയൊക്കെ പറയുന്നോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അച്ഛനാണെന്നത്ര അല്ല, കറക്റ്റ്. അച്ഛനാണെന്നത്ര പിന്നെന്താ? നോ. എന്തായിരുന്നു? പിന്നെന്തായിരുന്നു? എനിക്ക് ഇങ്ങനത്തെ ഒരു ഡാഡി വേണ്ട. എനിക്ക് 3 വയസ്സുള്ളപ്പോ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരുന്ന ഹോസ്പിറ്റലിലോട്ട്. എവിടെയാണ് ആക്ച്വലി? ഇവിടെ ഉണ്ട്. ഹോസ്പിറ്റൽ മറന്നേക്ക്. 3 വയസ്സുള്ളപ്പോൾ അച്ഛനെ കാണണമെന്ന് കരിഞ്ഞ് വാശി പിടിച്ച് എന്റെ അമ്മച്ചി എന്നെ പള്ളിയിലുള്ള അച്ഛനെ കാണിക്കുമായിരുന്നു. ഓക്കെ, മതി. രക്ഷപ്പെട്ടോ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്താ കറക്റ്റ് പേരെന്താണ്? നോബി. നോബി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, ബിഗ് ബോസിലുണ്ടായിരുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? എന്താണോ ഈ കാണിക്കുന്നത്? പല മരക്കുറ്റിയും പിടിച്ച് അഭിനയിപ്പിച്ചിരുന്ന ഇതിൽ എക്സ്പ്രഷൻ കിട്ടിയ ഞാൻ എന്റെ അമ്മച്ചിക്ക് കൊടുത്ത വാക്കാണ്. എന്നെങ്കിലും ഗോപിയാണ് ഇഷ്ടം തോന്നുന്നു. എന്റെ അമ്മച്ചിക്ക് കൊടുത്ത വാക്കാണ്. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ആ കർണം തല്ലി പൊളിക്കുമെന്ന്. പണ്ട് എന്റെ അമ്മച്ചിയെ ഗർഭിണിയാക്കി പറ്റിച്ച് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് അയാൾ. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു അച്ഛനാണത്ര അച്ഛൻ. എവിടെയോ എന്തോ ഒരു തകരാറ്. നോ, ഇങ്ങനെ ഡാഡി എനിക്ക് വേണ്ട. പണ്ട് 3 വയസ്സുള്ളപ്പോൾ അച്ഛനെ കാണണം എന്ന് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് എന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അടിപൊളി. ഒരു പ്രാവശ്യം കൂടി ആക്ട് ചെയ്ത് പറയും. റെഡി, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ ഇപ്പൊ കുറ്റസമ്മതം നടത്തിയല്ലേ? ഞാൻ എന്റെ അമ്മച്ചിക്ക് കൊടുത്ത വാക്കാണ്. എന്നെങ്കിലും ഒരു ദിവസം ഇയാളെ ഞാൻ കാണുമ്പോൾ ഇയാളുടെ കരണം പഠിച്ച് പൊട്ടിക്കുമെന്ന്. പണ്ട് എന്റെ അമ്മച്ചിയെ പറ്റിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്കിങ്ങനെ ഒരു ഡാഡി എനിക്ക് വേണ്ട. പണ്ട് 3 വയസ്സുള്ളപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. എന്താണ് പേര്? ആഷിക. ആഷിക എവിടെയാണ്? പാലക്കാട്. ഏതിനാ ഇവിടെ പഠിക്കുന്നു? ഫിസിയോതെറാപ്പി. ഓക്കെ, തുടങ്ങാം. ഈ അച്ഛനെ കിട്ടും. അച്ഛപ്പാ അല്ല, നിന്നെ ഞാൻ അച്ഛനല്ലത്, ഞാൻ കുട്ടിയാണെന്ന്. ഓക്കെ അല്ലേ? റെഡി, ആക്ഷൻ.
ഇയാളിന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? തന്റെ സമയം ശരിയല്ല. 10 ഗുളികനാ. കഷ്ടകാലത്തിന് ചിലത് കയറി അങ്ങ് പാമ്പാകും. എടാ നേരത്തെ എന്താ വൈരാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് ഇവന്റെ കൂടെ വരുമ്പോ അച്ഛനാന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, എന്നെങ്കിലും അച്ഛനെ കാണുമ്പോ ഈ കാരണം തല്ലിപ്പൊളിക്കുമെന്ന്. ഇനി തല്ലി പൊളിക്കണ്ടത്. എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്നും പറഞ്ഞു. അച്ഛനാണത്രേ അച്ഛൻ. No, എനിക്ക് ഇങ്ങനെ ഒരു ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ എന്റെ അമ്മച്ചി പള്ളിയിൽ അച്ഛന്മാരെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു. പൊന്നമ്മച്ചി. സൂപ്പർ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓ, ഇത് കൊണ്ടൊന്നും താ പതറരുത്. 1 പിഴച്ചാൽ 9 എന്നാണല്ലോ 8-കാലി ശാസ്ത്രം പറയുന്നത്. മതി. അപ്പൊ 8-കാലി താൻ തിന്നോ. രക്ഷ കിട്ടിയില്ലേലും പട്ടിയുടെ കടി രക്ഷപ്പെട്ടാ മതി. പേര് നമ്മളുടെ സുൽത്താൻ. എവിടെയാ നാട്? ആലപ്പുഴ. ഏതിനാ പഠിക്കുന്നത്? ബീഫ. ഓർത്താണോ പറയുന്നത്? ശരിക്കും ഏതിനാ പഠിക്കുന്നത്? ബീഫ. തുടങ്ങാം. അച്ഛനെല്ലാം വേണോ? ഓക്കെ. ഇല്ലേ, ആരും ഇനി വരുന്നില്ലെന്ന് അച്ഛനായിട്ട്. റെഡി, ആക്ഷൻ. ഇയാളെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? ഒരു മാറ്റമില്ലല്ലോ ഇതിന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു. എന്തുവായിരുന്നു? അച്ഛനെ തല്ലുന്നു. കാരണം അടിച്ച് തല്ലു. കാരണം അടിച്ച് തല്ലുവന്ന്. കൊള്ളാം. പുതിയ പുതിയ വേടുകൾ കേട്ടോ. എന്റെ അമ്മയൊക്കെ ഗർഭിണിയാക്കിയിട്ട് മൂയിക്കളഞ്ഞതാണ് അച്ഛൻ. അച്ഛനും അറിയില്ല, നാക്കും പഠിക്കില്ല. അങ്ങോട്ട് മാറിയുന്നേ. ഇപ്പൊ വന്നിരിക്കുന്ന അച്ഛനാണെന്ന് പറഞ്ഞ അച്ഛൻ. നോ, ഇതെന്റെ ഡാഡയല്ല. അടയല്ലെന്നോ? അടയൊക്കെ ഉണ്ടോ അതിനകത്ത്? നോ, ഇതെന്റെ ഡാഡിയല്ല. 3-ാം വയസ്സിൽ അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിക്കുമ്പോൾ എന്റെ പൊന്നമ്മച്ചി. രക്ഷോട്ടോ. എന്താ പോരെ ഫസ്റ്റ്. നീ അച്ഛനെ വേണമെന്ന് പറയല്ലേ? ചുമ്മാരി. റെഡി റെഡിയല്ലേ? അച്ഛന് കിട്ടോ? അച്ഛൻ വേണോ? വേണ്ട, അത് വേണ്ട. അത് ശരിയാവത്തില്ല. ഡേഞ്ചർ കളിയായി മാറും. റെഡി. ഏതിനമ്മ പഠിക്കുന്നത്? പേരെന്തായിരുന്നു? റിസ്വി. ഓക്കെ. നാടെവിടെ? മലപ്പുറം. അപ്പൊ റെഡി, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആര് പറഞ്ഞു? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല. നിനക്ക് ഭാവിയുണ്ട്. ഇതെന്റെ അമ്മക്ക് കൊടുത്ത വാക്കാണ്. ഒരു ദിവസം എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കാരണം അടിച്ചു പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കി കളഞ്ഞു. എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടാണ് ഇയാൾ. നോ, എനിക്ക് ഇങ്ങനത്തെ അടിയ വേണ്ട. പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കറിയോ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ അമ്മ. സുഖമില്ലാത്ത കുട്ടിയാണ്, ഞാൻ അറിഞ്ഞില്ല. ആദ്യമേ വിളിക്കാത്തതിന് സോറി കേട്ടോ. ആദ്യം വിളിക്കണം ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. ഒരാഗ്രഹം ഇല്ലായിരുന്നു. പേരെന്താണ്? ഫർഹാന. എവിടെയാ നാട്? ചെറുതോണി. ഇവിടെ ഇതിന് പഠിക്കുന്നത്? ഇവിടെ ഫാർമസിക്ക്. തുടങ്ങാം. പാട്ട് പാടുവോ? റെഡി. ഫർഹാന റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആര് പറഞ്ഞു? കരയിപ്പിക്കൂ. ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ, ഇങ്ങനെയൊന്നും പറയരുത്. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആര് പറഞ്ഞു? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണ്, എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ആ കാരണം തല്ലിപ്പൊളിക്കുമെന്ന്. എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ആളാണ്, മറന്നുപോയത്. തല്ലിപ്പൊളിക്കുമെന്ന്. നിങ്ങൾക്കറിയുമോ, എൻ്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞു. അച്ഛനാണത്രേ അച്ഛൻ. എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു അച്ഛനെ.
നിങ്ങൾക്കറിയുമോ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛനെ കാണണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലച്ചന്മാരെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എൻ്റെ പൊന്നമ്മച്ചി. എന്റെ അശോകവനത്തിലെ സീതയിൽ തനിക്ക് ഹനുമാനായിട്ട് അഭിനയിക്കാൻ പറ്റൂ? എന്താണ് പേര്? മെഹബൂബ. മെഹബൂബ എവിടെയാണ് നാട്? പത്തനംതിട്ട. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഒപ്റ്റോമെട്രി BSc. അപ്പൊ തുടങ്ങാമോ? പാട്ട് പാടുവോ? ഇല്ല, ആക്ടിങ്ങിലേക്ക് പോവാ അല്ലേ? ഈ സിനിമ കണ്ടാണോ? റെഡി, ആക്ഷൻ. ഇയാൾ എൻ്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? 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 ആണ്. എന്റെ പൊന്നുവായി, നിങ്ങ കാര്യം പറ. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. എന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ കാണുമ്പോൾ ആ കാരണം തല്ലി പൊട്ടിക്കുമെന്ന്. എൻ്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു. അച്ഛനാണത്ര അച്ഛൻ. അതൊക്കെ നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞു. അച്ഛനാണത്ര അച്ഛൻ. അച്ഛനാണത്ര അച്ഛൻ. എന്താണ് നീ പൊട്ടം കളിച്ച് അവസാനം കുളന്തോണ്ടാ പൊട്ട. നോ, എനിക്കിങ്ങനെ ഒരു ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വാശി പിടിച്ച് കരയുമ്പോ പള്ളിയിലച്ഛന്മാരെ കാട്ടി തൃപ്തിപ്പെട്ടു എന്റെ പൊന്നമ്മച്ചി. ഇത്ര ഒന്നും കൂടെ നല്ല രീതിയിൽ ആക്ട് ചെയ്ത് പറ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇയാൾ എന്റെ അച്ഛനാരാ പറഞ്ഞത്? ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ശരി തെലുങ്കൊക്കെ പറയുകയാണെന്ന്. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്തിനാ ഇന്നും വന്നേ? എന്നെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ കാണും. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. എന്നെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ കാണുമ്പോൾ ആ കാരണം തല്ലി പൊട്ടിക്കുമെന്ന്. എൻ്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന അച്ഛനാണെന്നും പറഞ്ഞ അച്ഛനാണ് അത്ര അച്ഛൻ. നോ, എനിക്കിങ്ങനെ ഒരു ഡാഡിയെ വേണ്ട. നിങ്ങൾക്കറിയോ, 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനെ കാണണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് ഞാൻ കരയുമ്പോൾ പള്ളിയിലച്ഛന്മാരെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എൻ്റെ പൊന്നമ്മച്ചി. യെസ്. എന്താ മോന്റെ പേര്? ഷിബാൻ. നാട്? മലപ്പുറം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് BTech CS. CSE എഞ്ചിനീയറിംഗ്. ഉറപ്പിക്കാം? നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. റെഡി? റെഡി, ആക്ഷൻ. ആദ്യം നോക്കി പറയണം. ഇയാളുടെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞു? ഒരു കുറ്റസമ്മതം നടത്തിയല്ലേ? നിന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്തെങ്കിലും ഇയാളെ കാണുമ്പോൾ ആ കാരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ ചരിവൊക്കെ ഉണ്ട്. ആദ്യം മമ്മൂട്ടിയിലാ തുടങ്ങിയത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എന്റെ അമ്മയെ കടന്നു കളഞ്ഞിട്ട് 19. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ് ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു അച്ഛനത്ര അച്ഛൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഡാഡിയെ വേണ്ട. നിങ്ങൾക്കറിയോ, 3 വയസ്സിൽ എന്റെ അച്ഛനെ കാണുമെന്ന് പറയുമ്പോൾ പള്ളിയച്ഛനെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. കഴിഞ്ഞില്ലേ? ഇത് പക്ഷെ നല്ല രീതിയിൽ ആക്ട് ചെയ്യും. അതാണ് വേണ്ടത് നമുക്ക്. റെഡി, ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഇയാളുടെ അച്ഛനാരെന്നാ പറഞ്ഞ്? ഇയാളുടെ അച്ഛനാരെന്ന് ആരാ പറഞ്ഞ്? എന്ത് കളി നടക്കൂല. ഇയാളുടെ അച്ഛനാരെന്ന് ആരാ പറഞ്ഞ്? താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞ്? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? അമ്മക്ക് കൊടുത്ത വാക്കാണ്. എന്തെങ്കിലും ഇയാളെ കാണുമ്പോൾ ആ കാരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടാണ് ഇയാൾ. എന്നിട്ട് വന്നിരിക്കുന്നു അച്ഛനാണ് അത്ര അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനെ ഡാഡിയെ വേണ്ട. 3 വയസ്സുള്ളപ്പോൾ എനിക്ക് എന്റെ അച്ഛനെ കാണുമെന്ന് പറയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ചെന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. ചന്ദ്ര, എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?
എന്നെ പേടിപ്പിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്നെ കണ്ണുരുട്ടിയൊക്കെ കാണിക്കുന്നത്. എന്താണ് പേര്? ഷഹ്മാഫിദ. സോറി, ഷഹ്മാഫിദ. ഷെഹ്മാഫിദ. നല്ല പേരാണ്. എവിടെ നാട്? മലപ്പുറം. മലപ്പുറത്താണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ ബീഫാം. ബീഫാം. അപ്പം നമുക്ക് ഒരു പാട്ടിലെന്ന് തുടങ്ങാം അല്ലേ? പാട്ടാടായിരുന്നു. അപ്പോൾ എന്നാൽ ശരി. റെഡി, ആക്ഷൻ. എന്റെ അച്ഛനാണ്. എന്ത്? ഇയാളെന്റെ അച്ഛനാണെന്ന് ആരോ പറഞ്ഞ് ഇപ്പൊ ഒടുവിൽ കുറ്റസമം നടത്തിയല്ലേ? എന്തെന്നാ ഇത് ഞാൻ എന്റെ അമ്മക്ക് കൊടുത്ത വാക്കാണ്. എന്റെ അച്ഛൻ എന്തെങ്കിലും കാണുമ്പോ ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ അച്ഛനെ കാണുമ്പോ എന്നെ കരണം തല്ലി പൊട്ടിക്കുന്നു. പൊളിക്കുന്നു. എന്റെ അച്ഛനെ ഗർഭടി. എന്റെ പൊന്നമ്മച്ചി, നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് ഒടുവിൽ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ അച്ഛൻ നോൺ സ്റ്റോപ്പ് പോവുകയല്ലേ? ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക. ഇന്നോ എനിക്ക് ഇങ്ങനെ ഡാഡിയെ വേണ്ട. പണ്ട് പള്ളിയിൽ അച്ഛനെ 3-ാം വയസ്സിൽ അച്ഛനെ കാണാൻ എന്ത്? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. 3-ാം വയസ്സിൽ അച്ഛനെ കാണാൻ വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലെ അച്ഛനെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലി ചെല്ലി ചെല്ലി. ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നടത്തുന്നത്. തള്ളിയൊക്കെ എന്താ പേരെന്താണ്? ഷാമിസ്. എവിടെ നാളോടെ? ഈരാറ്റുപേട്ട. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? BDS ആണോ? തുടങ്ങിയാൽ നമുക്ക്. ആരംഭം തുളുമ്പും ചെങ്കാത്രി മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ നിന്നിൽ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. തേനിമ്പക്കാനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ വരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വെച്ചെഴുത്താലും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്ക് നുള്ളിയതില്ല തെളിഞ്ഞ് കണ്ണാളെ 10 മുത്തിരത്തി വെച്ചതിനൊത്തൊരു പെണ്ണാളെ നിന്റെ തേനെഴുമ്പഴച്ചിരിയൊന്ന് ഞാനൊരിറ്റി നുണച്ചിടുമെന്ന് മുത്തേ മുഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടുവേ നീ മുല്ലമലർ മണമുള്ളൊരു പൂവേ. അടിപൊളി. ഇത് പഴയ ഒരു മാപ്പിളപ്പാട്ടാണ്, പക്ഷെ ഇപ്പം പുതിയ ഒരു സിനിമയിൽ. ഏത് സിനിമയിലായിരുന്നു? ഏതൊരു സിനിമയിൽ ഞാൻ കേട്ടായിരുന്നു. ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒമർ ലുലുവിന്റെ. അത് ഇത്ര ഞാൻ പറയാൻ കാര്യം അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പാട്ടായിരുന്നു. അത് റീമിക്സ് ചെയ്ത് നന്നായി പാടുകയും ചെയ്തു. അപ്പം നമുക്കിനി ആക്ടിങ്ങിലേക്ക് കിടക്കാം. അല്ല, ഇവിടെ വന്നാൽ അത് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. ഡയലോഗ് നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ റെഡി, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞത്? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പണ്ട് എന്റെ അമ്മച്ചിക്ക് കൊടുത്തൊരു വാക്കുണ്ട്. എന്തെങ്കിലും ഇയാൾ എന്റെ മുന്നിൽ കാണുമ്പോൾ ഇയാളുടെ കരണം പൊട്ടിയടിക്കുന്നു. എന്റെ മുന്നിൽ കാണുമ്പോൾ ഇയാളുടെ കരണം പൊട്ടിക്കുന്നു. എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. ഇപ്പൊ കയറി വന്നിരിക്കുന്നു അച്ഛനാണെന്നും പറഞ്ഞ്. അച്ഛനാണത്ര അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനെ ഒരു ഡാഡി ഇല്ല. 3-ാം വയസ്സിൽ പണ്ട് 3-ാം വയസ്സിൽ അച്ഛനെ കാണണം എന്ന് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാണിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. ഇത് വളരെ രസകരമായിട്ട് തന്നെ പറഞ്ഞു. ഒന്നും കൂടെ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഇവര് പറയുന്നത് നിന്നെ എങ്ങനെ വിടരുത്. ടങ്ടിസ്റ്റോട് പറഞ്ഞിട്ട് പോവാ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമു. കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ രാമു. മൂത്തപുത്രൻ രാമു. നിർത്താതെ 3 പ്രാവശ്യം പറയാം. അത് പറ്റത്തില്ല, അത് പറഞ്ഞിട്ട് പോയാൽ മതി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമു. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമു. രാമല്ല, രാമമൂർത്തി. നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനല്ല, അങ്ങനെ പറഞ്ഞ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. അത് കറക്റ്റാ. അത് 3 വട്ടം പറഞ്ഞത്. ഓരോരുത്തരും 3 വട്ടം. പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. ഓക്കെ, പറഞ്ഞു. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ ഉള്ളിലുണ്ടല്ലേ? പേരെന്തായിരുന്നു? ഏതിലാ പഠിക്കുന്നത്? നാട്? തൃശ്ശൂരാണ്. അപ്പൊ തുടങ്ങാം. പാട്ടിൽ തുടങ്ങണോ? ഒരു പാടിയ പക്ഷേ രസകരമായി വേണ്ട, ആക്ടിങ്ങിൽ തന്നെ പോവാം. റെഡി, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?
ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. എന്തെങ്കിലും ഇയാൾ നേരിട്ട് കാണുമ്പോൾ ഇയാളുടെ കരണം തല്ലി പൊളിക്കുന്നത്. അതിനി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എൻ്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു വന്ന ദുഷ്ടനാണ് ഇയാള്. അച്ഛനാണത്ര അച്ഛൻ. നോ, ഇയാൾ എൻ്റെ ഡാഡിയല്ല. എനിക്കിങ്ങനെ ഒരു ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാം വയസ്സിൽ ഞാൻ അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് സമാധാനിപ്പിക്കായിരുന്നു എൻ്റെ അമ്മ. പൊന്നമ്മച്ചി. ഓക്കെ, കൈയൊക്കെ നല്ല തണുത്ത് കേട്ടോ. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. എന്താണ് പേര്? റന്ന. നേരത്തെ വിളിക്കാത്തതിൽ ദുഃഖമുണ്ടോ? സന്തോഷമുള്ളത്. അന്ന എവിടെ? അന്നയെന്നല്ലേ പേര്? റന്ന. എവിടെയാണ്? മലപ്പുറത്താണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? എഞ്ചിനീയർ. ബിടെക് ആണ്. ഓക്കെ. അപ്പം എല്ലാവരും ഉണ്ടില്ലേ? ഡോക്ടറുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, എല്ലാ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ റെഡി? പാട്ട് പാടുവോ? 2 പേര് ഇല്ല. ഇപ്പോൾ തുടങ്ങാം. റെഡി, ആക്ഷൻ. അയ്യോ, ഫസ്റ്റ് മറന്നുപോയോ? നമ്മൾ അവിടെ ആളെ സ്വിച്ച് ഇട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പറഞ്ഞോളൂ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇത്ര കോമഡിയാണോ? ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ആ സമയത്ത് അന്നശ്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? ഞാൻ എന്റെ അമ്മച്ചിക്കൊരു വാക്ക് കൊടുത്തിരുന്നു, എന്തെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ മുഖം തല്ലിപ്പൊട്ടിക്കുമെന്ന്. നിനക്കറിയോ? കരണം തല്ലിപ്പൊട്ടിക്കുമെന്ന്. നിനക്കറിയോ, എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ആളാണ്. താനിത് കേക്കണുണ്ടാടോ? കേക്കണുണ്ട് മുതലാളി. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അച്ഛനാണത്ര അച്ഛൻ. നോ, ഞാൻ പറഞ്ഞ അങ്ങോട്ടേ നോ, എനിക്ക് ഇനി ഒരു ഡാഡിയെ വേണ്ട. 3 മാസം എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോ 3 മാസോ? പക്ഷേ 3 വയസ്സ് എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛനെ കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. എന്താണ് പേര്? ഫൗസിയ. ബാക്കി പോയിരുന്നത് ഏറ്റവും ലാസ്റ്റ് വിളിക്കുന്നു പറഞ്ഞാണോ? ഫൗസിയ നല്ല രസകരമായിട്ട് പാടുമെന്നാണ് എൻ്റെ അടുത്ത് അവിടെ അവർ പറഞ്ഞത്. ഇല്ലേ? 2 പേര്. എവിടെ? നാടെവിടെ? കൊല്ലത്ത്. അവിടെ കുളത്തൂപ്പുഴ. ഇവിടെ എങ്ങനെ പഠിക്കുന്നത്? ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. തുടങ്ങാം. റെഡി, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒരു വാക്ക് പോലും ഇത്രയും കേട്ടിട്ട്. സംശയിക്കരുത്. സംശയം നന്നല്ല. അതുകൊണ്ട് ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. അച്ഛനെ കാണുമ്പോൾ ആ കർണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു അച്ഛനാണെന്നും പറഞ്ഞു. അച്ഛനാണത്ര അച്ഛൻ. അത് കറക്റ്റ് കേട്ടോ. എന്താ നമ്മുടെ പേര്? നോ, എനിക്കിങ്ങനെ ഒരു ഡാഡിയെ വേണ്ട. എനിക്ക് 3 വയസ്സുള്ളപ്പോ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞാൻ കരയുമ്പോ പള്ളി അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അടിപൊളി. താങ്ക് യു ഫോർ ദ കംപ്ലൈന്റ്. ഇംഗ്ലീഷ് പറയരുത്. ആക്ടിങ്ങിന്റെ ഒരു വേർത്തലം നമുക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പണിഷ്മെന്റ്, മുണ്ടിൽ ചെളി പുരളരുത്. നിർത്താതെ 3 പ്രാവശ്യം പറയണം. മുണ്ടിൽ ചെളി പുരളരുതെന്നാണ്. പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ. എന്താണ് പേര്? ഷെബിൻ. എവിടെ നാട്? കോഴിക്കോടാണോ? ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ BPT. തുടങ്ങാം. റെഡി, ആക്ഷൻ. ഇയാൾ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ആണോ? ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, എന്തെങ്കിലും എന്റെ അച്ഛനെ കണ്ടാല് ഇയാളുടെ കരണം തല്ലി പൊളിക്കുമെന്ന്. ഒടുവിൽ വന്നിരിക്കുന്നു
അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനാണത്തെ അച്ഛൻ. ഫു. അല്ലാണ്ണ ഈ വർഷങ്ങളിൽ ഇത് മുഴുവൻ കളിക്കാൻ പറ്റുമോ? നോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഡാഡിയെ വേണ്ട. 3-ാം വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ എന്റെ അമ്മ അല്ല എന്റെ പൊന്നമ്മച്ചി അല്ല സോറി 3-ാം വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് തൃപ്തിപ്പെടുത്തായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അരുമയാണ് നടിപ്പ്. അപ്പോൾ അല്ലസറിലെ ചൂണക്കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഭയങ്കര രസകരമായിരുന്നു, പാടാൻ കഴിവുള്ളവരുണ്ടായിരുന്നു, വളരെ ഫണ്ണായിരുന്നു. ടാക്ടിക്സൊക്കെ വളരെ മനോഹരമായി തന്നെ അവർ പ്രസൻറ്റ് ചെയ്തു. സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി പോകുന്നില്ല. നെക്സ്റ്റ് എപ്പിസോഡും നമ്മൾ ഇവിടെ തന്നെ കുട്ടികൾ റെഡിയായിരിക്കുകയാണ്. തൽക്കാലം നമ്മൾ വിട പറയുന്നു. ഗുഡ് ബൈ.